പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്നതിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ആഘോഷത്തിനിടെ ഡിസംബർ 31-നകം പൂർത്തിയാക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ മറക്കാതെ ചെയ്താൽ കൂടുതൽ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കാനാകും. ആദ്യമായി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെപ്റ്റംബർ 26-ന് നിലവിലുള്ള ഡിമാറ്റ് അക്കൗണ്ട് ഉടമകൾക്ക് നോമിനേഷൻ തിരഞ്ഞെടുക്കാനുള്ള സമയപരിധി 2023 ഡിസംബർ 31 വരെ നീട്ടിയിരിക്കുന്നു എന്ന കാര്യം അറിയിപ്പും പുറത്തു വന്നിട്ടുണ്ട്. അടുത്തതായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നവംബർ 7-ന് അയച്ച സർക്കുലറിൽ ഒരു വർഷത്തിലേറെയായി സജീവമല്ലാത്ത UPI ID-കളും നമ്പറുകളും നിർജ്ജീവമാക്കാൻ പേയ്മെന്റ് ആപ്പുകളോടും ബാങ്കുകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോക്കറുകൾക്കുള്ള പുതിയ നിയമപ്രകാരം ഉപഭോക്താക്കൾക്ക് അവരുടെ ബാങ്കുകളുമായി ഒരു പുതിയ കരാർ ഒപ്പിടണം. ഇനി വാടക അടച്ചാൽ മാത്രമേ ഉപഭോക്താക്കൾക്ക് ലോക്കർ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. കരാർ ഒപ്പിടുന്നതിനുള്ള അവസാന തീയതി 2023 ഡിസംബർ 31-ആണ്. 2022-23 സാമ്പത്തിക വർഷത്തേക്കുള്ള ആദായനികുതി റിട്ടേണുകൾ പെനാൽറ്റി ഫീസ് സഹിതം ഫയൽ ചെയ്യാനുള്ള അവസാന തീയതിയും 2023 ഡിസംബർ 31-നാണ്. ആദായനികുതി നിയമത്തിലെ സെക്ഷൻ 234F പ്രകാരം നിശ്ചിത തീയതിക്ക് മുമ്പ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്ന വ്യക്തികൾ വൈകി ഫയലിംഗ് ഫീസിന് വിധേയമായിരിക്കും. 5000 രൂപയാണ് പിഴ. എന്നിരുന്നാലും മൊത്തം വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെ തുടരുന്ന നികുതിദായകർ 1000 രൂപ പിഴ ഈടാക്കിയാൽ മതിയാവും. മൊബൈൽ ഫോൺ ഉപയോക്താക്കൾക്ക് 2024-ന്റെ ആദ്യ ദിവസം പേപ്പർ ഫോമുകൾ പൂരിപ്പിക്കാതെ തന്നെ പുതിയ സിം കാർഡുകൾ നേടാനാകും. ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പിന്റെ അറിയിപ്പ് അനുസരിച്ച് പേപ്പർ അടിസ്ഥാനമാക്കിയുള്ള നോ യുവർ കസ്റ്റമർ പ്രക്രിയ ജനുവരി 1 മുതൽ നിർത്തലാക്കുമെന്നും അറിയിപ്പ് വന്നിട്ടുണ്ട്.